മലയോര മേഖലയിലെ കർഷകരുടെ വിഷയങ്ങൾ. പാവപ്പെട്ട മനുഷ്യർ ഇങ്ങനെ ആനയും കാട്ടിയും ഈ കടുവയും കടിച്ച് ചവിട്ടിക്കൊല്ലുമ്പോൾ 10 ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി വച്ചിരിക്കുന്ന മന്ത്രിയുള്ള നാടാണ് നമ്മൾ. വയനാട്ടിലെ നമ്മുടെ സഹോദരിയെ പുലി പിടിച്ച് ആളുകൾ തെരയുമ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് ഫാഷൻ ഷോയിൽ പാട്ട് പാടുന്നത് കണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ പോരാട്ടമാണ്. സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ നിങ്ങൾക്കിപ്പോൾ എൻ്റെ കൂടെ ഒന്ന് വന്ന് നോമിനേഷൻ കൊടുക്കാൻ എന്നെ റെപ്രസെൻ്റ് ചെയ്ത 4 വ്യക്തികളിൽ 3 പേര്, ഒന്ന് ഈ മലയോര മേഖലയിലെ കർഷകനാണ് ജോസഫ്, പിന്നൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, മൂന്നാമത്തെ ഒരു വഴിയോരത്ത് മത്സ്യം കച്ചവടത്തുന്ന ഒരു സഹോദരനാണ്, നാലാമത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് CPM-ൻ്റെ മുൻ ഏരിയ സെക്രട്ടറിയും വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡൻറ്റുമായ 4 ഈ നാട്ടിലെ സാധുക്കളാണ്. ഒരു 5 വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരു വ്യക്തി ഇന്ന് ലോട്ടറി വിറ്റ് ജയിക്കുക. സുഖു, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പഞ്ചായത്ത് മെമ്പറായാൽ മോട്ടോർ സൈക്കിളും കാറുമായിട്ടാണ് പിന്നെ നമ്മൾ പലരെയും ഇവിടെ കാണുന്നത്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ, ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ വഴിക്കടവിലെ 5 വർഷം പ്രസിഡൻ്റായ സഖാവ് സുഖു ഇന്ന് വഴിക്കടവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ലോട്ടറി വിറ്റ് ജീവിക്കുകയാണ്. ആ സഖാവാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. എൻ്റെ വിയർപ്പിൻ്റെ മണം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെയും ഈ ചുമടെടുക്കുന്നവൻ്റെയും ഈ ഭാരം വലിക്കുന്നവൻ്റെയും ഈ കർഷകൻ്റെയും ഒക്കെ മണമാണ്. ആ മണം ഇന്ന് അവർക്ക് സഹിക്കില്ല. പിണറായിയുടെ പക്ഷം നിൽക്കുന്ന, പിണറായിസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഉന്നതരായ മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും വിയർപ്പിൻ്റെ മണം അദാനിയുടെ മണമാണ്. അത് സുഗന്ധമാണ്. ആ സുഗന്ധം പരത്താൻ അദാനിയിൽ നിന്നും പണം വാങ്ങി ഈ പറയുന്ന മരിമോനിസവുമായി ഈ നാട്ടിലേക്ക് ഇറങ്ങിയവർ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് എന്നെ ഇല്ലാണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ഭീഷണിക്ക് വഴങ്ങിയോ താല്പര്യത്തിന് വഴങ്ങിയോ PV അൻവറിനെ വഴിയാധാരാക്കാൻ വേണ്ടി തീരുമാനിച്ച പ്രതിപക്ഷ നേതാവാണ് ഇവിടെ ഉള്ളത്. അവസാനം ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് വാതിലടക്കുന്നത്. പക്ഷെ പ്രതിപക്ഷ നേതാവ് വാതിലടക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ പത്രമാധ്യമങ്ങളോട് പറയുകയുണ്ടായി, കേരളത്തിലെ ജനങ്ങളോട്. എന്താ പറഞ്ഞത്? UDF-ൽ അൻവറിനെ കറിവേപ്പിലയായി എടുത്തു കളഞ്ഞു. ആരാണ് അദ്ദേഹത്തിന് ആ വിവരം കൊടുത്തത്? ഉന്നതരായ നേതാക്കന്മാരുമായി ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടുന്ന് കിട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്? അതാണ് ഞാൻ ഈ പറയുന്ന ഈ വിഷയത്തിലുള്ള പൊളിറ്റിക്കൽ നെക്സസ് വിത്ത് ഓപ്പോസിഷൻ ലീഡർ VD സതീശൻ. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? MLA ആവാനാണ്. ഞാൻ MLA പണി ജനങ്ങൾക്ക് വേണ്ടി ഈ ദുർഭരണത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഇറങ്ങിയവൻ, എട്ടെറിഞ്ഞു പോന്നവനാണ്. ഇവിടെ ഇന്ന് ഈ നോമിനേഷൻ കൊടുക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല. ഞാൻ ഈ പോരാട്ടം നയിക്കാൻ സാധാരണക്കാരായ മനുഷ്യരെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ പരിശ്രമം നടത്തിയതാണ്. ഈ മലയോര മനുഷ്യർക്ക് ഒരു സഹായമുണ്ടാകണമെന്നുദ്ദേശിച്ച് ഈ മലയോരത്തെ ഉന്നതനായ ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ്. എനിക്ക് വേണമെങ്കിൽ രാജിവെക്കുമ്പോൾ ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് പിണറായിസം തകർത്ത് നിലമ്പൂരിൽ മത്സരിക്കാമെന്ന് എനിക്കന്ന് പറയാമായിരുന്നല്ലോ. ഞാനത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ എൻ്റെ ഉദ്ദേശം സതുദ്ദേശം മാത്രമായിരുന്നു. ഈ മലയോര മേഖലയിലെ ആ വിഷയങ്ങൾ അറിയുന്ന, അത് അനുഭവിക്കുന്ന ഒരു കുടിയേറ്റ കർഷകൻ ഉണ്ടാവണമെന്ന സതുദ്ദേശത്തിലാണ് ഞാൻ അന്നത് പറഞ്ഞത്. പക്ഷേ ഇവിടെ ചിത്രം മാറിയില്ലേ? ഇപ്പം സ്ഥിതി എന്താ? അപ്പോൾ ഇവരൊക്കെ മത്സരിക്കുന്നത് MLA ആവാനും നാളെ മന്ത്രിയാകാനും പിന്നീട് മുഖ്യമന്ത്രിയാകാനൊക്കെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ഒരു ജീവന് വേണ്ടിയിട്ടാണ്.